ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ള കൃഷിത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല വേറെ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്തായാലും അതെല്ലാം കാണാം. അതിന് മുന്നേ ഇത് സ്ഥലം കൊട്ടാരക്കരയാണ് കേട്ടോ. കാരണം എൻ്റെ വീടിൻ്റെ ഇവിടെ അല്ല, എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ ഇവിടെയാണ്. എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ ഇവിടെ വന്നപ്പോൾ ഇതുപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ട കാര്യങ്ങളൊക്കെ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നി. അത് മാത്രമല്ല നിങ്ങൾക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവരെല്ലാം കൂട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് കണ്ടത്തിലോട്ട് പുറപ്പെട്ടു. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയ്ക്കകത്ത് കാണാം. എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ലൊരു കവുന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കവുന്തോട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ തൈകളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല എൻ്റെ ഇങ്ങേപ്പുറത്ത് കുറേ വാഴത്തോട്ടം കാര്യങ്ങളൊക്കെ. വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാഴയെന്ന് പറഞ്ഞാൽ അത് വെച്ചേക്കുന്നത് കാരണം ഒരേ ലെയറിലാണ് നട്ടേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ കാടൊക്കെ കളഞ്ഞാൽ വൃത്തിയായിട്ട് കൃഷി പരിപാലിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറെ തൈവാഴയും കാര്യങ്ങളൊക്കെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇതെല്ലാം വേറെ ഓരോരുത്തരുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. എന്തുവായാലും നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കാണാൻ സാധിക്കുന്ന വലിയ കാര്യം. കാരണം പൊതുവേ എല്ലാവരും കൃഷിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ആർക്കും ചെയ്യാൻ സമയമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ചെറിയ ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തോട്ടിൽ ചെറിയ ഒരു പൊടിമീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചേട്ടൻ്റെ മോന് ഇതുപോലെ ഭയങ്കര വാശി, അവന് മീനെ പിടിക്കണമെന്നുള്ള. അപ്പം പുള്ളി എവിടുന്ന് ഒരു ഡപ്പയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് അച്ഛനും മോനയുടെ മീനെ പിടുത്തം കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ടപ്പോൾ നമ്മൾ ഈ പണ്ടത്തെ ചെറുപ്പകാലമൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഈ വെക്കേഷൻ ടൈമിലൊക്കെ നമ്മൾ മീനെ പിടിക്കാനും തോട്ടിൽ എവിടെയൊക്കെ പോകുന്ന ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്തായാലും അവർ മീനെപ്പിടുത്തം കാര്യങ്ങളൊക്കെ നടത്തട്ടെ, നമുക്ക് എന്തായാലും നമ്മുടെ കാഴ്ചയിലോട്ട് പോകാം. എന്തായാലും അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മേളിലോട്ട് കയറിയപ്പോഴാണെങ്കിൽ അവിടെ കപ്പയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കപ്പയും കാര്യങ്ങൾ മാത്രമല്ല ആ സൈഡിൽ വേലി കെട്ടിക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ചീനി കമ്പും കൊണ്ടാണ് വേലി കെട്ടിക്കുന്നത്. അതൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമൊക്കെയാണ്. അതുപോലെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ വലിയ വാഴകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം കുറച്ച് വാഴകളും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നമ്മുടെ മുന്നോട്ട് പോകുമ്പോഴാണെങ്കിൽ അവിടെ എല്ലാം മരച്ചീനി, ഫുള്ള് ചീനിയും കാര്യങ്ങളൊക്കെ. കാരണം കണ്ടിട്ട് ഏകദേശം നല്ലപോലെ വിളവായി നിൽക്കുന്ന ചീനിയും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ശരിക്കും പറഞ്ഞ് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു തനി ഗ്രാമപ്രദേശത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലത്തെ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം ആ ഒരു ചെറിയ ഇടവഴിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലും ഈ കനാലും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇപ്പം വെള്ളമൊന്നുമില്ല. വെള്ളം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വൈബായിരിക്കും നമുക്ക്. കാരണം ഇപ്പം ഓണക്ക സമയമുണ്ട്, തീരെ വെള്ളമില്ല. പക്ഷെ ഒരു പ്രത്യേക ഭംഗി ഇങ്ങനെ നമ്മൾ ഈ പാടവരമ്പത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ ഇവിടെ എല്ലാം കണ്ടമെല്ലാം കിളച്ചിട്ടേക്കോട്ടെ. കണ്ടം കിളച്ചിട്ടേക്കെന്ന് പറഞ്ഞാൽ അത് ചീനി നടാനൊക്കെ ഉണ്ടാകുന്ന തോന്നുന്നുണ്ട്. എല്ലാം കിളച്ച് നല്ല റെഡിയാക്കി ഇട്ടേക്കുക. കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല ഇപ്പം ഞങ്ങൾ ഇറങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ ഉച്ച ടൈമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് ഭയങ്കര ജോലിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ചൂടത്തൊക്കെ സമ്മതിക്കണം കേട്ടോ. കാരണം തറയെല്ലാം നല്ല ചൂടൊക്കെ അടിച്ച് നല്ല തറഞ്ഞു കിടക്കുമല്ലേ. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെയും ആ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് വാഴയും കാര്യങ്ങളൊക്കെ നമുക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളം ഞാറിൻ ഇളയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിനായി കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ നല്ല ഇളം കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. കാറ്റെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ്. നമ്മളങ്ങനെ പാടവരമ്പത്തിൽ നടക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ കുറച്ച് കപ്പയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കപ്പയെന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഫുള്ള് കപ്പയൊക്കെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കപ്പയ്ക്ക് ഇടയിലൊക്കെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് എനിക്കൊന്ന് പന്നി വരാതിരിക്കാനോ അല്ലെങ്കിൽ പന്നി വരുമ്പോൾ ഒഴിഞ്ഞു പോകാനൊക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെ മൊത്തം വെള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പന്നിശല്യം കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നും. നമ്മളിപ്പോൾ ഒത്തിരി അകത്തോട്ട് കയറുന്നില്ല കേട്ടോ. എല്ലാം പുറമേ നിന്ന് നമ്മൾ കാണുന്നേ ഉള്ളൂ. കാരണം പിന്നെ ഒത്തിരി ലേറ്റായി പോവും. നല്ല രസമാണ് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലെല്ലാം പാഞ്ഞ് വെച്ചിട്ട് കപ്പയൊക്കെ നടുമ്പം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം ഈ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ്. തോടൊക്കെ ഉണ്ട്. തോട്ടിലെങ്കിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു വൈബില്ല നമുക്ക്. വെള്ളം കൂടെയൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും അവരൊക്കെ പോയിട്ട് എന്തൊക്കെയോ പരിപാടിയാണ് അവിടെ. കാരണം അച്ഛനും മോനും അമ്മയും കൂടെ പോയിട്ട് നമ്മളതിന് പുറകെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോകും. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അതിനകത്തൊക്കെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ആരും അതിനകത്ത് ഇറങ്ങുന്നൊന്നുമില്ല. വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാടം പിടിച്ച് കിടക്കേണ്ട ആരും ഇറങ്ങുന്നൊന്നുമില്ല.
ചെറിയ നമുക്ക് ചീമപ്പുളിയുടെ ഒരു മരം കണ്ടു കേട്ടോ. അപ്പോൾ അതിനകത്ത് നിന്ന് അവർ ചീമപ്പുളിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ച് ഭയങ്കര പുളിയാന്ന് തോന്നുന്നു. എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് ഭയങ്കര പുളിയാന്ന് തോന്നുന്നു. ഇനി നമ്മളെന്തായാലും ഏകദേശം ഒത്തിരി അങ്ങനെ മുന്നോട്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് വന്ന വഴിക്കാണ് ചെറുക്കൻ പാളയിൽ കയറിയിട്ട് വലിക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ചെറുക്കനെ വലിച്ചുകൊണ്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ നടന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി തിരിച്ചെന്തായാലും അങ്ങോട്ട് പോകാം, തിരിച്ചു പോകാം. കാരണം സമയമൊക്കെ ആയി വരുന്നുണ്ട് ഏകദേശം. അപ്പോൾ എന്തുവല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നപ്പോൾ ഏകദേശം നമ്മൾ കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ എന്താ പറയുക, അങ്ങനെ ഒരു നല്ലൊരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം. അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.